രാജ്യ തലസ്ഥാനമായ ന്യൂഡൽഹിയിൽ രാഷ്ട്രീയ നാടകീയതയും പ്രതിഷേധങ്ങളും കടക്കുകയാണ്. ന്യൂഡൽഹി ജന്തർ മന്ദിറിൽ നടന്ന വിദ്യാർത്ഥി പ്രതിഷേധ മാർച്ചിനിടെ പോലീസിന്റെ ഭാഗത്തു നിന്ന് പെല്ലറ്റ് ആക്രമണം ഉണ്ടായെന്ന ആരോപണത്തിൽ ഇരയായ യുവാവിന് നീതി ആവശ്യപ്പെട്ട് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി രംഗത്തെത്തി. കുറ്റക്കാരനായ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്യാൻ പോലീസ് തയ്യാറാകാത്തതിനെ തുടർന്ന് പാർലമെന്റ് സ്ട്രീറ്റിലെ സെൻട്രൽ ഡൽഹി ഡെപ്യൂട്ടി കമ്മീഷണർ ഓഫ് പോലീസ് ഓഫീസിന് മുന്നിൽ രാഹുൽ ഗാന്ധിയും പ്രമുഖ കോൺഗ്രസ് നേതാക്കളും അടിയന്തര കുത്തിയിരിപ്പ് സമരം ആരംഭിക്കുകയായിരുന്നു. കഴിഞ്ഞ ജൂലൈ 20-നാണ് കേസിന് ആസ്പദമായ സംഭവം നടക്കുന്നത്. വിദ്യാർത്ഥി സംഘടനകളുടെ നേതൃത്വത്തിൽ സൻസദ് ചലോ എന്ന പേരിൽ പാർലമെന്റിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ച് തടയാൻ പോലീസ് മാരകമായ രീതികൾ ഉപയോഗിച്ചു എന്ന ആക്ഷേപണമാണ് ഉയർന്നത്. സമരക്കാർക്ക് നേരെ ലാത്തി ചാർജും കണ്ണീർ വാതകവും പ്രയോഗിച്ചതിനൊപ്പം ഡൽഹി പോലീസ് പെല്ലറ്റ് തോക്കുകളും ഉപയോഗിച്ചതായി പരാതി ഉയർന്നതോടെ വിഷയം വലിയ രാഷ്ട്രീയ വിവാദത്തിന് വഴിതെളിക്കുകയായിരുന്നു. നജഫ്ഗഡ് സ്വദേശിയായ 19-കാരൻ സാഹിൽ ലോച്ചബ് എന്ന വിദ്യാർത്ഥിക്ക് പോലീസിന്റെ പെല്ലറ്റ് ഉപയോഗത്തിൽ ഗുരുതരമായി പരിക്കേറ്റിരുന്നു. സാഹിലിന്റെ വലതു കണ്ണിനും വയറിനും മാരകമായി പരിക്കേൽക്കുകയും ഒരു കണ്ണിന്റെ കാഴ്ച ശക്തി ഭീഷണിയിലാകുകയും ചെയ്തു. എയിംസ് ട്രോമ സെന്ററിൽ വെച്ച് ഓപ്പറേഷൻ നടത്തി ചില പെല്ലറ്റുകൾ പുറത്തെടുത്തെങ്കിലും അദ്ദേഹത്തിന്റെ ശരീരത്തിലും ഹൃദയത്തിന് സമീപത്തുമായി നിരവധി പെല്ലറ്റ് കഷ്ണങ്ങൾ ശേഷിക്കുന്നുണ്ടെന്ന് തെളിവുകൾ സഹിതം കോൺഗ്രസ് ചൂണ്ടിക്കാണിച്ചു. എന്നാൽ പ്രതിഷേധക്കാർക്ക് നേരെ പെല്ലറ്റ് പ്രയോഗം നടത്തിയിട്ടില്ലെന്ന നിലപാടിലാണ് ആദ്യം മുതൽ ഡൽഹി പോലീസും സർക്കാരും നിലയുറപ്പിച്ചത്. ആക്രമണത്തിനിരയായ സാഹിൽ ലോച്ചബും കുടുംബവും ഓഗസ്റ്റ് 14 മുതൽ പരാതി നൽകാനും കേസ് രജിസ്റ്റർ ചെയ്യാനും ഡൽഹി പോലീസിനെ സമീപിച്ചിരുന്നുവെങ്കിലും റെഫറൻസ് നമ്പറോ രസീതോ നൽകാൻ പോലീസ് തയ്യാറായില്ല. തുടർന്നാണ് ഓഗസ്റ്റ് 21 വെള്ളിയാഴ്ച ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി നേരിട്ട് ഇടപെട്ടത്. ആദ്യം മന്ദിർമാർഗ് പോലീസ് സ്റ്റേഷനിലെത്തി FIR ആവശ്യപ്പെട്ടെങ്കിലും അവിടെയും നിരസിക്കപ്പെടുകയായിരുന്നു. തുടർന്ന് പാർലമെന്റ് സ്ട്രീറ്റിലുള്ള സെൻട്രൽ ഡൽഹി DCP ഓഫീസിലേക്ക് നേരിട്ടെത്തുകയും ഉദ്യോഗസ്ഥരുമായുള്ള ചർച്ച പരാജയപ്പെട്ടതോടെ പോലീസ് ഓഫീസിന് മുന്നിൽ കുത്തിയിരിപ്പ് സമരം തുടങ്ങുകയുമായിരുന്നു. സമാധാനപരമായി പ്രതിഷേധിച്ച ഒരു സാധാരണ വിദ്യാർത്ഥിയുടെ കണ്ണിലേക്ക് പെല്ലറ്റുകൾ പായുമ്പോൾ രാജ്യത്തെ ക്രമസമാധാന സംവിധാനം എവിടെ പോകുന്നുവെന്ന് രാഹുൽ ഗാന്ധി മാധ്യമങ്ങളോട് ചോദിച്ചു. കേസ് രജിസ്റ്റർ ചെയ്യാൻ പാടില്ല എന്ന് മുകളിൽ നിന്ന് നിർദ്ദേശമുണ്ടെന്നാണ് പോലീസ് പറയുന്നത്. FIR രജിസ്റ്റർ ചെയ്യുന്നതുവരെ ഞാൻ ഇവിടെ നിന്ന് മാറില്ല എന്ന് അദ്ദേഹവും വ്യക്തമാക്കി. സമരം ശക്തമായതോടെ രാഹുൽ ഗാന്ധിക്ക് പിന്തുണയുമായി വയനാട് MP പ്രിയങ്ക ഗാന്ധി, ജയറാം രമേശ്, അധീർ രഞ്ജൻ ചൗധരി, കുമാരി സെൽജ തുടങ്ങി പ്രമുഖ കോൺഗ്രസ് നേതാക്കളും സ്ഥലത്തെത്തി പ്രതിഷേധത്തിൽ പങ്കാളികളായി. ക്രമസമാധാന നില ഉറപ്പിക്കാൻ പോലീസ് സ്റ്റേഷൻ പരിസരത്ത് അതിശക്തമായ സുരക്ഷാ സംവിധാനങ്ങളും റാപ്പിഡ് ആക്ഷൻ ഫോഴ്സിനെയും വിന്യസിപ്പിച്ചിട്ടുണ്ട്. അതേസമയം സംഭവത്തിൽ സുപ്രീം കോടതി റിട്ടയർഡ് ജഡ്ജി ജസ്റ്റിസ് R സുഭാഷ് റെഡ്ഡിയുടെ നേതൃത്വത്തിൽ 5-അംഗ ഉന്നതാധികാര അന്വേഷണ സമിതിയെ നിയോഗിച്ചിട്ടുണ്ടെന്നും ഈ ഘട്ടത്തിൽ അനുമതിയില്ലാതെ പോലീസ് സ്റ്റേഷൻ ഉപരോധിക്കുന്നത് അരാജകത്വ രാഷ്ട്രീയമാണെന്നും ആരോപിച്ച് BJP കോൺഗ്രസ് നീക്കത്തെ എതിർത്തു. FIR രജിസ്റ്റർ ചെയ്യുകയും കുറ്റക്കാരായ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുകയും ചെയ്യുന്നതുവരെ നീതിക്കായുള്ള പോരാട്ടം തുടരുമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് പ്രതിപക്ഷം.